ഹായ് എവരിവൺ, എൻ്റെ പേര് ലിജോ എന്നാണ്. ഞാൻ അബ്ദാബിക്ക് ഇവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് ഈ ഒരു ടെസ്റ്റിമോണി നൽകുന്നതിന് 2-3 കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതൊരു പ്രൊഫഷണൽ സ്വീകരിച്ചാൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം അത് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുന്നത്. അതിന് പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അത് എന്തുമാകട്ടെ, സോഷ്യൽ മീഡിയ ആവാം, ഗൂഗിളാവാം, അല്ലെങ്കിൽ സിയോ ആവാം, ഏതുമായാലും നിങ്ങൾക്ക് ലഭിക്കുന്ന കുറച്ച് പ്രിവിലേജുകൾ കിട്ടുന്ന പ്രൊഫഷൻ, ഇതിന് നിങ്ങൾ എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് പോസസ് ദ ബെസ്റ്റ് സ്കിൽ. ഈ സ്കിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ബിരുദധാരി അല്ലെങ്കിൽ അതിനപ്പുറത്തൊരു PG അതല്ല. ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്ലാറ്റ്ഫോം ആൻഡ് യുവർ കസ്റ്റമേഴ്സ് ആൻഡ് ദ ബിഹേവിയേഴ്സ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ യൂട്യൂബിലെ വീഡിയോകൾ കണ്ടു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറച്ച് വീഡിയോകൾ കണ്ടു നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെന്ന് സ്വയം ധരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ലോ കോസ്റ്റിൽ അടിസ്ഥാനപരമായി എന്താണ് പ്ലാറ്റ്ഫോംസ് എന്ന് പോലും പൂർണ്ണമായും പറഞ്ഞിട്ട് കൊടുക്കാത്ത കുറേ അധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഓൺലൈനിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ നോട്ട് സക്സീഡ് യുവർ എയിം, അല്ലെങ്കിൽ നിങ്ങളുടെ ആംബിഷൻ എന്താണ് നടക്കാതെ. കാരണം അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. 3 years ആയി, ബട്ട് ഇന്നത്തേതിലും കുറവായിരുന്നു എങ്കിൽ പോലും അന്നും ഈ സോഷ്യൽ മീഡിയാസിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ലോ കോസ്റ്റ് പ്രമോഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് സോഷ്യൽ മീഡിയ? അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഓൺലൈനിൽ വളരെ ലോ കോസ്റ്റിന് ഇത് പഠിച്ചിറങ്ങി. പക്ഷേ നമ്മളൊരു കമ്പനിയെ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് മനസ്സിലാവും, ചാലഞ്ചസ് മനസ്സിലാവും. അത്തരം ചലഞ്ചുകൾ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് ആക്ച്വലി 3 മാസം അല്ലെങ്കിൽ 6 മാസം എടുക്കേണ്ട ഒരു കോഴ്സ് എനിക്ക് 1 വർഷത്തിന് മുകളിൽ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് എടുത്തു. 3 സ്ഥലങ്ങളിലായിട്ടാണ് ഞാൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പഠനം പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ എമംഗ് 3 അതിൽ ആരാണ് ബെറ്റർ എന്ന് എനിക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ സാധിക്കും. അത് ഈ പറയുന്ന ക്രിയേറ്റീവ് അക്കാദമിയാണ്. ഡെഫിനറ്റ്ലി ഇതൊരു പ്രൊമോഷൻ അല്ല, കാരണം ഞാൻ ഏവരെയും പോലെ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം തിരഞ്ഞെടുത്തു. ഫലം എന്ന് പറഞ്ഞതുകൊണ്ട് ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. ജോലിക്ക് കയറി, പക്ഷെ എനിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, കോൺഫിഡൻസ് ഇല്ല. പിന്നീട് ഇതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ പാക്കേജിൽ വേറെ സോഷ്യൽ മീഡിയയുടെ പ്രോഗ്രാമിൽ ചെയ്തു. ആദ്യം ചെന്നൈയാണെങ്കിൽ 2ാമത് ബാംഗ്ലൂരാണ്. ഫൈനലി സ്വന്തം നാടായ എറണാകുളം തന്നെ, അവിടെ നിന്നാണ് ഞാൻ ഈ ക്രിയേറ്റീവ് അക്കാദമിയിൽ വീണ്ടും ആ കോഴ്സ് ചെയ്യുന്നത്. എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സാർമാരെന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ബട്ട് ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത് നൽകാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൂൾസിന്റെ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ആ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും 10-12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവർ 3 മാസം കൊണ്ട് എനിക്ക് നൽകി. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തികളെ നോക്കുക. ട്രാക്ക് പ്രൊഫൈൽസ് ഉള്ള പ്രൊഫൈൽ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ നോക്കുക. അതല്ലാതെ ദയവ് ചെയ്ത് കുട്ടി പ്രൊഫൈൽസ് ഈ പറയുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ട പ്രൊഫൈൽ കണ്ട് ലോ കോസ്റ്റ് പ്രൊമോഷൻസിലേക്ക് പോകാതിരിക്കുക. ഇറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം. മണി എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് വേസ്റ്റ് ഓഫ് യുവർ ടൈം. വാല്യൂ യുവർ മണി. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എന്താ പറയാ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിരിക്കുക. ലഞ്ച് ബ്രേക്ക് ആണ്. ഐ എം ലീവിംഗ്. സീ യു ഗൈസ്.